അവരവരുടെ യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതെ, ദ ഹോണേഡ് വൺ വേഴ്സസ് ദ ചൈൽഡ് ഓഫ് പ്രോസി. ഓഹായോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നറൂട്ടോ വേഴ്സസ് ഗോജോ എക്സ്പ്ലനേഷനുമായിട്ടാണ്. അതിനു മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ വലിയൊരു വിലയുണ്ട്, സോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഐഡിയ തന്നത് ഈ ബ്രോയാണ്, സോ കുഡോസ് ടു ഹിം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കാം. സോ നിങ്ങൾക്ക് കമൻസിലിടാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മുടെ നറൂട്ടോയുടെ പവേഴ്സ് ആൻഡ് അബിലിറ്റീസ് നോക്കാം. മാസീവ് ചക്രയാണ് നറൂട്ടോക്ക് വരുന്നത്. പിന്നെ പുള്ളിയുടെ സ്പീഡ്, ഡ്യൂറബിലിറ്റി, ഹീലിംഗ്, സ്ട്രെങ്ത് എല്ലാം ടോപ്പ് നോച്ചാണ്. പിന്നെ പുള്ളിയുടെ അറ്റാക്സിലേക്ക് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി റസെങ്കൻ, റാസൻ ശുരിക്കൻ, ഷാഡോ ക്ലോണ്, ട്രൂത്ത് സീക്കിംഗ് ഹോഴ്സ്, ഇതേപോലെ സോ മെനി അറ്റാക്സ് നറൂട്ടോക്ക് വരുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ മെയിൻ മോഡ്സ് നോക്കുകയാണെങ്കിൽ ടോഡ് സേജ് മോഡ്, KCM മോഡ്, 6 പാർട്ട് സേജ് മോഡ്, പിന്നെ ഒബ്വിയസ്ലി ഇത് മോസ്റ്റ് പവർഫുൾ മോഡായിട്ടുള്ള ബാരിയൻ മോഡും. ഇതേപോലുള്ള മോഡാണ് നറൂട്ടോയെ ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗോജോയെ നോക്കാം. ഗോജോയ്ക്ക് ആകെ വിരലിലെണ്ണാവുന്ന പവേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ അൺടച്ചബിൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി, യുട്സുകാസിലെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ്. പിന്നെ പുള്ളിയുടെ 6 ഐസ്, പിന്നെ ഡൊമൈൻ ആയിട്ടുള്ള ഇൻഫിനിറ്റ് വോയിഡ്, പിന്നെ പുള്ളിയുടെ ഹോളോ പർപ്പിൾ, പിന്നെ റെഡും ബ്ലൂവും. ഇത്ര ടെക്നിക്കാണ്. പിന്നെ RCT വരുന്നുണ്ട്, അതായത് റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഗോജോ ടെക്നിക്സ്. പിന്നെ ഈ കമ്പാരിസൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അതായത് ഈ ഫൈറ്റ് ഈസി ആയിട്ട് നമ്മുടെ നറൂട്ടോ ജയിക്കുമല്ലോ. ബട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ നറൂട്ടോയ്ക്ക് ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, പുള്ളിക്ക് ഇപ്പോൾ ബൊറൂട്ടോ നോക്കുകയാണെങ്കിലും നറൂട്ടോ 2 സീരീസ് നോക്കുകയാണെങ്കിലും നറൂട്ടോയ്ക്ക് എവിടെയും സ്പേസ് മാനിപ്പുലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നറൂട്ടോയ്ക്ക് ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യും എന്നുള്ള ഒരു പ്രൂഫും ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നറൂട്ടോയുടെ അറ്റാക്സ് ഒക്കെ അറിയാമില്ല. ഫിസിക്കലായിട്ടുള്ള അറ്റാക്സ് ആണ് പുള്ളിക്ക് മെയിനായിട്ട് വരുന്നത്. അതായത് ഫിസിക്കലായിട്ടുള്ള ചക്ര തരത്തിലുള്ള അറ്റാക്സ് ആണ് പുള്ളി ആയിരിക്കും ചെയ്യുക. അതായത് ഓപ്പൺസിനെ അടിച്ചിടുക എന്നുള്ള നിലയിലാണ് നറൂട്ടോ ഫൈറ്റ് ചെയ്യുക. അല്ലാതെ ഗെഞ്ചിത്തുലിടുകയെന്നും നറൂട്ടോയ്ക്ക് പറ്റാവുന്ന കാര്യമാണ്. അതൊന്നും അല്ല പുള്ളി അധികം യൂസ് ചെയ്യുക. ഒബ്വിയസ്ലി റാസൻ ചീർക്കണൊക്കെ വെച്ചിട്ട് അടിച്ച് അച്ചാറിടുക എന്നുള്ള കാര്യമാണ് നറൂട്ടോ മെയിനായിട്ട് ചെയ്യുക. സോ അത് കാരണം നമ്മുടെ ഗോജോയെ പുള്ളിക്ക് ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഗോജോയിലേക്ക് വരാം. ഗോജോയ്ക്ക് നറൂട്ടോയെ ഡിഫീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി പുള്ളിയുടെ ഡൊമെയിൻ ഇൻഫിനിറ്റ് വോയിഡ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഗോജോ അറ്റാക്ക് ചെയ്യുക. സോ നറൂട്ടോ ഒബ്വിയസ്ലി എന്തൊക്കെ പറഞ്ഞാലും ഷിനോബിയാണ്, എന്തൊക്കെ പറഞ്ഞാലും നറൂട്ടോ ഇസ് എൻ ഹ്യൂമൻ, റൈറ്റ്? സോ നറൂട്ടോയുടെ മൈൻഡിൽ സോ മെനി ഇൻഫർമേഷൻ കയറി കഴിഞ്ഞാൽ നറൂട്ടോ പാരലൈസ്ഡ് ആകും. സോ അപ്പോൾ നിങ്ങൾ ചോദിക്കും, നറൂട്ടോ ഒറ്റയ്ക്കല്ലല്ലോ, പുള്ളിയുടെ കൂടെ കുറാമയില്ലെന്ന്. സോ അതൊരു ക്വസ്റ്റ്യനാണ്. ബിഗ് പാർട്ട് ഗോജോയുടെ ഡൊമൈൻ വർക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഡൊമൈനിൽ ട്രാപ്പായ എല്ലാവരുടെയും മൈൻഡിൽ ഇൻഫർമേഷൻ സ്പ്രെഡ് ആവും. ഓക്കെ, സോ കുറാമെ നറൂട്ടോ 2 പേരും ഫ്രോസൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി 2 പേര് ഫ്രോസൺ ആവും. പിന്നെ ഒരു കാര്യമാണ്, നറൂട്ടോയ്ക്ക് നല്ല വിൽ പവർ ഉണ്ട്, ബട്ട് ഇത് ഗെഞ്ചിറ്റ്സു അല്ല. ലിറ്ററലി ഇത് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് നറൂട്ടോയുടെ തലയിൽ. സോ പുള്ളി ഒബ്വിയസ്ലി ഫ്രീസ് ആവും. പിന്നെ അവിടുന്ന് ഒരു സ്നാപ്പ് ഔട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇനി നമുക്ക് നറൂട്ടോയുടെ ലാസ്റ്റ് റിസോർട്ടായിട്ടുള്ള ബാരിയൻ മോഡ് നോക്കാം. ബാരിയൻ മോഡിലേക്ക് വന്നാൽ ഹൈ സ്പീഡാണ്. പിന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള സ്കില്ല് ഈ മോഡിന് വരുന്നുണ്ട്. അതായത് ഓരോ ഓപ്പണൻറ്റിൻ്റെ ഓരോ അടിക്കും ലൈഫ് ട്രെയിൻ ആയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ബൊറൂട്ടോയിൽ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇഷിക്കിയുടെ ഫൈറ്റിലൊക്കെ വരുന്നത് നറൂട്ടോ അടിച്ചടിച്ച് ഇഷിക്കിയുടെ ലൈഫ് ഡ്രെയിൻ ആക്കുന്നതാണ്. അതേപോലെ ഗോജോ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്താലാണ് നറൂട്ടോയ്ക്ക് ഗോജോയെ ടച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഒരു ബ്രോ പറയുന്നത് കേട്ടു, അതായത് നറൂട്ടോയുടെ ബാരിയർ മോഡിലുള്ള ഒരു പഞ്ചസിൻ്റെ കൂടെ വേവ്സ് വരും. സോ വേവ്സ് ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യുമെന്നാണ് പുള്ളി പറഞ്ഞത്. സോ എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ കമൻസിലിടുക. എൻ്റെ ഒപ്പീനിയൻ ഇങ്ങനെയാണ്, അതായത് ഒരിക്കലും ബാരിയർ മോഡ് വെച്ച് നറൂട്ടോയ്ക്ക് ഗോജോയുടെ ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാൻ കഴിയില്ല. കാരണം ബാരിയർ മോഡിനും സ്പേസ് മാനിപ്പുലേഷൻ്റെ പവറായിട്ട് വരുന്നില്ല. സോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മൾ ഒബ്വിയസ്ലി ഗോജോ വാസ് നറൂട്ടോ സ്ട്രോങ്ങസ്റ്റ് ആരെന്ന് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നറൂട്ടോ നോക്കും. അതിലൊരു ക്വസ്റ്റ്യനേ ഇല്ല. അതായത് ഗോജോയുടെ പവർ നോക്കുമ്പോൾ നറൂട്ടോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോജോ ഒക്കെ ഒബ്വിയസ്ലി നല്ല വീക്കാണ്. അതായത് ജുട്സു കൈസൻ വാസസ് നറൂട്ടോ യൂണിവേഴ്സൊക്കെ വന്നല്ലോ. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ നാരുട്ടോ യൂണിവേഴ്സ് എവിടെ നിൽക്കുന്നില്ല. അതിലെ ക്യാരക്ടേഴ്സൊക്കെ നോക്കാം, മദാര, ഹാഷിറാമയൊക്കെയാണ് വരുന്നത്. സോ
നിങ്ങൾക്കറിയാം അതായത് പവർ സ്കെയിലിങ്ങിൽ 2 യൂണിവേഴ്സ് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ നാരൂട്ടോ വേഴ്സസ് ഗോജോയിൽ തന്നെ നാരൂട്ടോ ഒബ്വിയസ്ലി കയറി നിൽക്കും. ബട്ട് ഇതെൻ്റെ ഒപ്പീനിയനാണ്. കാരണം ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാൻ കഴിയാതെ ഒബ്വിയസ്ലി ഗോജോ തോൽക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ അതായത് ഗോജോ ഒരു ഹ്യൂമൺ ആകൊണ്ട് അതായത് കാഗിയോക്കൊക്കെ നമ്മുടെ ഗോജോയെ തോൽപ്പിക്കാൻ കഴിയും. കാരണം പുള്ളിക്കാരത്തേക്ക് മറ്റേ സ്പേസ് അല്ല, അതായത് യൂണിവേഴ്സ് ചേഞ്ച് ആകാനുള്ള പവർ ഉണ്ടല്ലോ. അതായത് ഇവിടുന്ന് അതായത് ഇപ്പോൾ നമ്മൾ ഫൈനൽ ഫൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡെസേർട്ടിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ട് സ്പേസിലേക്ക് പോകുന്നു, അവിടെ നിന്ന് മാറിയിട്ട് ഐസ്. അതുപോലെ നമ്മുടെ ഗോജോനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. സോ നാരൂട്ടോയ്ക്ക് ഈ ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മുടെ ഗോജോയെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കാം. സോ നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മൾ കമൻസിൽ ഇടുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.